മേയർക്കും MLA-ക്കുമെതിരായി KSRTC ഡ്രൈവർ യദു നൽകിയ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. സംഭവത്തിൽ കണ്ടക്ടറുടെ മൊഴി കള്ളമാണെന്നും മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് കണ്ടക്ടറെ സംശയമുണ്ടെന്നും യദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജോലി തടസ്സപ്പെടുത്തിയതിനാണ് മേയർക്കെതിരെ യദു പരാതി നൽകിയിരിക്കുന്നത്. ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നതാണ് സച്ചിൻ ദേവ് MLA-ക്കെതിരായ പരാതി. കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയിൽ മേൽ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി വഴി നിയമ പോരാട്ടത്തിന് യദു ഒരുങ്ങിയത്. തർക്കമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ DYFI പ്രവർത്തകനാണ്. MLA ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടറാണെന്നും കണ്ടക്ടർ ആ സമയം പിൻസീറ്റിലായിരുന്നെന്ന് പോലീസിനോട് കള്ളം പറയുകയായിരുന്നെന്നും യദു ആരോപിക്കുന്നു. കൂടാതെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും പറഞ്ഞു. ഈ പറയുന്ന കണ്ടക്ടർ DYFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോ എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്. MLA വരുമ്പോ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നത്. അതിലൊന്നും കാര്യമല്ല. ഡ്രൈവർ മേയറോട് അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് ബസ് കണ്ടക്ടർ സുബിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ലെന്നും മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും കന്റോൺമെന്റ് പോലീസിന് നൽകിയ മൊഴിയിൽ ചൂണ്ടിക്കാട്ടുന്നു. യദു നൽകിയ കേസ് തിരുവനന്തപുരം 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.